ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥയുമായി കാസർഗോഡ് കാരക്കോട്ടെ സാബു. ഒരു ദശാബ്ദമായി പച്ചക്കറി മികവോടെ കൃഷി ചെയ്യുന്ന സാബുവിന് ഇതിനകം നിരവധി അംഗീകാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട്. ചെറുപ്പകാലത്ത് കർഷകനായ അച്ഛനെ കണ്ട് കൃഷിയോട് ഇഷ്ടം കൂടിയായിരുന്നു സാബു വളർന്നത്. പിന്നീട് ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന സാബു മാതാപിതാക്കളുടെ മരണശേഷമാണ് അവരുടെ പാത പിന്തുടർന്ന പൂർണ്ണമായും കൃഷിയിലേക്ക് തിരിഞ്ഞത്. മടിക്കൈ കാരാക്കോട്ട് 4 ഏക്കർ സ്ഥലത്താണ് സാബുവിന്റെ കൃഷി. ഇതിൽ 1.5 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി വിളഞ്ഞു നിൽക്കുന്നു. ജൈവ പച്ചക്കറി കഴിച്ച്, വിഷരഹിത പച്ചക്കറി കഴിച്ച് നമുക്ക് നമ്മുടെ സമൂഹത്തിന് ഒരു ഗുണകരമാക്കുന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതല്ല എങ്കിൽ ഇനിയുള്ള കാലം നമ്മൾ ഇത്തരത്തിലുള്ള വിഷങ്ങൾ കഴിച്ച് ഇത്തരം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ മുമ്പിലും ക്ലിനിക്കുകളുടെ മുമ്പിലും ക്യൂ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം തീർക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. പയർ, വെണ്ട, വഴുതിന, ചീര, പച്ചമുളക്, വെള്ളരി, ഹൈബ്രിഡ് തണ്ണിമത്തനുകൾ, കക്കിരി, ചോളം, പടവലം, കോവയ്ക്ക, കൂർക്ക തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത്. ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്താൽ കൃഷി വിജയകരമാകുമെന്ന് സാബു പറയുന്നു. ഇനി വളർന്നു വരുന്ന തലമുറയോടും പറയാനുള്ളത്, നമുക്ക് സാധിക്കുന്ന രീതിയിലെ പച്ചക്കറികൾ ഉണ്ടാകണം. അതിലൂടെ കിട്ടുന്ന നമുക്ക് ആ വിളവിലൂടെ അത് പറിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് മറ്റെവിടെയും കിട്ടില്ല. കഴിഞ്ഞ വർഷം പാട്ടത്തിനെടുത്ത 12 ഏക്കറോളം സ്ഥലത്ത് ജോലിക്കാരെ വെച്ച് പച്ചക്കറി കൃഷി ചെയ്തിരുന്നു. ഇത്തവണ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ പച്ചക്കറി കൃഷി 1.5 ഏക്കറിലേക്ക് ചുരുക്കി. രാവിലെയും വൈകുന്നേരങ്ങളിലും 2 നേരമായാണ് വെള്ളം നനച്ച് കൃഷി പരിപാലിക്കുന്നത്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. ഭാര്യ അമ്പിളിയും 4ാം തരം വിദ്യാർത്ഥിനി ഏഞ്ചലും കൃഷിയിൽ സാബുവിന് പിന്തുണയുമായി ഒപ്പമുണ്ട്. കൃഷിയിലെ മികവിന് അക്ഷയശ്രീ സംസ്ഥാന പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ സാബുവിനെ തേടിയെത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, കാസർഗോഡ്.